എൻ്റെ റിയൽ എനിമി, അതായത് എൻ്റെ ലൈഫിൽ റിയൽ എനിമി ആരാണ്, അതായത് ഇതുവരെയുള്ള ലൈഫിൽ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വന്നു. ആർക്കും അറിഞ്ഞൂടാത്തൊരു സീക്രട്ട് എൻ്റെ അനിയത്തിക്കറിയാം, എനിക്കറിയാം. കരുതുന്നു. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, സത്യം പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു എന്താ പറയുക മൂഡിലൊന്നും അല്ല. ഭയങ്കര മടിയാണ്, ഉഴപ്പാണ്. അത് എന്താണ്, എൻ്റെ കണ്ടൻറ്റൊക്കെ കൊള്ളാമോ കൊള്ളില്ലേ, അതുകൊണ്ടാണോ റീച്ച് ആവാത്തത്, അങ്ങനത്തെ ഭയങ്കര കൺഫ്യൂഷനൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലാങ്കായി. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഞാൻ ഇരുന്നത് അതേ ഒരു സിറ്റുവേഷനാണ്. സോ അതൊക്കെ പോട്ടെ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഡിഫറെൻ്റ് അല്ല, ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചാലഞ്ച് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഇതിൽ മുമ്പേ ഇങ്ങനൊരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. സോ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു ചാലഞ്ചാണ്. എന്താണ്, ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ചാലഞ്ച് എന്നാണ് ഞാൻ ഇട്ട പേരാണത്. അത് കറക്റ്റാണോ എന്താണ്, അങ്ങനെ ഒരു ചാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഈ ചാലഞ്ച്, അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ടാബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ മച്ച് ഫോളോവേഴ്സോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ അനിയത്തിയെ വെച്ചാണ്. അപ്പോൾ അവൾ എനിക്കൊരു 10 ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. അതിന് റിപ്ലൈ ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നിങ്ങൾക്ക് പല രഹസ്യങ്ങളും റിവീൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ എന്നെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ അടുപ്പിച്ച് നല്ലൊരു അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, സർപ്രൈസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് വീഡിയോ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മൊത്തം 10 ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ ഞാൻ ആൻസർ പറയുമ്പോൾ ലാഗ് ആകുകയാണെങ്കിൽ ഞാൻ വന്ന് എന്താണ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടിടാം, അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിൽ തന്നെ ഇടാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എന്തെങ്കിലും ഹൊറർ തിങ് ലൈഫിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്, ത്രിൽഡാണ്, എനിക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഹൊറർ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഞാനങ്ങനെ കേട്ടിട്ടൊക്കെ ഉള്ളതല്ലാതെ ഞാനങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അത് ഹൊററാണോ ദൈവത്തിൻ്റേതാണോ അതൊന്നും അറിയില്ല. ഒരിക്കൽ അത് ഞാനും എൻ്റെ അനിയത്തിയും കേട്ട ശബ്ദമാണ്. നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലെ ഹാളിലിരുന്ന് പഠിച്ചിട്ടിരിക്കുകയായിരുന്നു. രാത്രി 12 മണിയൊക്കെ ആയിക്കാണും, 12:30 കഴിഞ്ഞാണ് ഇരുന്ന് പഠിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചിലങ്കയിട്ട് നടക്കുമല്ലോ, ഈ വോയിസ് നമുക്കങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരാൾ പാസ് ചെയ്യുമ്പോൾ ആ വോയിസ് ചേഞ്ച് ഉണ്ടല്ലോ, അതങ്ങനെ നമുക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ മീഡിയം ആയിട്ട് വന്നിട്ട് ഹൈ ആവുന്നു, പിന്നെ അങ്ങോട്ട് പോ ലോ ആയിട്ട് പോകുന്നു. അപ്പോൾ അത് ഒരു കൊലുസ് ഇട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ചിലങ്ക ഇട്ട് നടക്കുന്ന വോയിസ് കേട്ടിട്ടുണ്ട്. രാത്രിയാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ ഒരു 1 hour ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന ശബ്ദവും കേട്ടു. അപ്പോൾ അത് ഹൊററാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഹൊറർ എന്ന് പറഞ്ഞ് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഹൊറർ തിങ്സ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റിയൽ എനിമി, അതായത് എൻ്റെ ലൈഫിൽ റിയൽ എനിമി ആരാണ്, അതായത് ഇതുവരെയുള്ള ലൈഫിൽ ഉണ്ട്, കുറേ ഉണ്ട്, കുറേ എനിമീസൊക്കെ ഉണ്ട്. എന്നാലും റിയൽ എനിമി ആരാന്ന് വെച്ചാൽ, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ടായിട്ട് കരുതിയിരുന്ന ഒരാൾ എന്നെ ചീറ്റ് ചെയ്തു. അതായത് ഞാൻ വിശ്വസിച്ചു, അവൾ എന്നെ ചീറ്റ് ചെയ്തു. സോ എന്താണ് പറയുക, അങ്ങനെ നമ്മളെ വിശ്വാസവഞ്ചന ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു വെറുപ്പ് വരുമല്ലോ. അപ്പോൾ അത് ഒരിക്കലാണെങ്കിൽ കൂടെ നമുക്ക് ക്ഷമിക്കാം, ബട്ട് ട്വൈസ് ത്രൈസ് ഒക്കെ ഞാൻ വീണ്ടും ബിലീവ് ചെയ്യും. വീണ്ടും അവൾ എനിക്ക് സെയിം സിറ്റുവേഷനാണ് തന്നിട്ടുള്ളത്. സോ അവളാണ് എൻ്റെ മെയിൻ എന്താണ് പറയുക, എൻ്റെ ശത്രു, വിരോധി, അങ്ങനെ റിവെഞ്ച് അങ്ങനെയൊന്നുമല്ല. എനിക്കിഷ്ടമല്ല ഇപ്പോൾ, കാരണം എനിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് എൻ്റെ സ്കൂൾ ലൈഫിൽ.
സ്കൂൾ ലൈഫ് ടു കോളേജ് ലൈഫ്. അതാണ് എനിമി എന്ന് പറഞ്ഞാൽ. പിന്നെ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എന്താണ് പറയുക, സൂയിസൈഡിന് അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട്. അറ്റംപ്റ്റ് മീൻസ് ഭയങ്കരമായിട്ട് അറ്റംപ്റ്റ് ഒന്നുമല്ല, ചെറുതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ബ്ലൈഡ് വെച്ചൊക്കെ ഇങ്ങനെ കീറുമല്ലോ, അത് എന്താണ് എന്തിനാണെന്ന് ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല, പക്ഷെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ചെറിയ അടയാളമൊക്കെ എപ്പോഴും ഉണ്ട്. അതായത് അറ്റംപ്റ്റ് മീൻസ് മരിക്കണ്ട, മനസ്സിലായല്ലോ, ഒരു പേടിപ്പെടുത്തൽ പോലെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വിഷയത്തിനാണ്? മാർക്ക് കുറഞ്ഞപ്പോഴാണോ എന്തോ വീട്ടിലെന്തോ വഴക്ക് വന്നപ്പോഴോ അമ്മയായിട്ടുള്ള ക്ലാഷ് എന്തോ ആണ്, അത് വേറെ എന്തോ വിഷയത്തിനാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരിക്കൽ തന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സൂസൈഡ് എന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ്. കാരണം നമുക്ക് കിട്ടിയ ഒരേ ഒരു ലൈഫാണ്, ആ ലൈഫിനെ നമ്മൾ ജീവിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലെ ഇത് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തല്ല കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സൂസൈഡ് ചെയ്തല്ല അതൊരു പരിഹാരമല്ല. നമ്മൾ ശത്രുക്കളായിരുന്നാലും നമ്മൾ അവരെ മുന്നേ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അത് ഞാൻ മനസ്സിലാക്കിയതോടെ ആ ഒരു എന്താണ് സൂസൈഡ് എന്നുള്ള ആ ഒരു തിങ്കിങ് തന്നെ എനിക്ക് മാറി. ഇപ്പം അതില്ല ഞാൻ. പക്ഷേ അറ്റംപ്റ്റ് അല്ല, നിങ്ങൾക്ക് അറ്റംപ്റ്റ് അല്ല, ചുമ്മാ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള അറ്റംപ്റ്റോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും സൂസൈഡ് ചെയ്തെങ്കിൽ എന്നുള്ള തിങ്കിങ് വന്നിട്ടുണ്ട്. അറ്റംപ്റ്റും അല്ല, ചുമ്മാ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഭീഷണി പോലെ. അടുത്ത എന്താണ്? ഇൻസൾട്ടായ മൂമെൻറ്റ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായ ഒരു മൂമെൻ്റ് ഉണ്ട്. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നതാണ്. ബട്ട് കാണുന്നവർക്ക് അത് സില്ലിയായിട്ട് തോന്നാം, കേൾക്കുന്നവർക്കും അതൊരു സില്ലിയായിട്ട് തോന്നാം. ബട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇൻസൾട്ടായ ഒരു മൂമെൻ്റ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ 9th പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്സിൽ അങ്ങനെ വലിയ ആവറേജ് ആയിരുന്നു. ബട്ട് പിന്നെ മാത്സ് വെറുത്ത് തുടങ്ങിയത് അത് തൊട്ടാണ്. എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു, ഈസി ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റായിരുന്നു. ബട്ട് എനിക്ക് വെറുപ്പിച്ചത് ഈ തിങ്ങാണ്, ഞാൻ പറയാൻ പോകുന്ന ഇൻസിഡൻ്റാണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ടീച്ചറുണ്ടായിരുന്നു, പ്രീത എന്നാണ് മാമിൻ്റെ പേര്. ഞാൻ 9th പഠിക്കുമ്പോൾ, അപ്പോൾ ആ മാമിന് നമ്മുടെ നാട്ടുകാരിയായിരുന്നു, എൻ്റെ നാട്ടുകാരി തന്നെയായിരുന്നു ആ മാം. ബട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്നെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ, ബോർഡിലൊക്കെ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ക്ലാസ് നടത്തുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ, എന്നെ കുറിച്ചുള്ള ഒരു കൺസേൺ കൊണ്ടായിരിക്കാം, മാമിൻ്റെ നാട്ടുകാരിയിൽ എന്നെ അറിയാവുന്നതല്ലേ, അതുകൊണ്ടുള്ള കൺസേൺ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് അടിയൊക്കെ തരും, എനിക്ക് എൻ്റെതിനെ ഭയങ്കര സ്ട്രിക്റ്റ് വാല്യൂ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരിക്കൽ എന്തായെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പുറത്ത്, അതായത് നമ്മൾ 9th ആണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡോ 8th സ്റ്റാൻഡേർഡോ എന്തോ ആയിരുന്നു. ഇപ്പുറത്തുനിന്ന് 8th അല്ല, എന്നെക്കാളും 2 year ബാക്കുള്ള പിള്ളേരായിരുന്നു അവിടെ ഇരുന്നു ഇപ്പുറത്തെ ക്ലാസ്സിലുള്ള. അപ്പോൾ അവർക്കൊരു ദിവസം മാത്സ് എടുക്കാൻ വന്നു. ആ മാം മാത്സ് എടുക്കാൻ വന്നിട്ട് എന്തായെന്ന് വെച്ചാൽ, ഇപ്പുറത്ത് നമുക്കിവിടെ വേറെ ക്ലാസ് നടക്കായിരുന്നു, സോളജി ഓർ സംതിങ് ക്ലാസ് നടക്കായിരുന്നു. ഈ മാം പെട്ടെന്ന് വന്നിട്ട് ആലോചിക്കണേ, എൻ്റെ ജൂനിയർ എൻ്റെ ക്ലാസ് ആയിരുന്നു. പെട്ടെന്ന് ഈ മാം വന്ന് എൻ്റെ മാമിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ചന്ദ്രിമയൊന്ന് അങ്ങോട്ട് അയക്കാമോ എന്ന് ചോദിച്ചു. ഉടനെ മാം പറഞ്ഞു ഓക്കെ അയക്കാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ പേടിച്ച്, എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് പോലും അറിയില്ല. പെട്ടെന്ന് ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കാനോ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ആ മാം വന്ന് ബോർഡിലൊരു ഇക്വേഷൻ എന്തോ എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറയാൻ. നിങ്ങൾ ആലോചിക്കണേ, അടുത്ത ക്ലാസ്സിലാണ്, പെട്ടെന്ന് നമ്മളങ്ങനെ പ്രിപ്പയർഡേ അല്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ബോർഡിൽ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് ഫീലായിരിക്കും? ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. അതുമാത്രമല്ല, എല്ലാവരും മുമ്പേ ഇൻസൾട്ട് ഫീലായിരുന്നു. കാരണം എന്നെ അറിയാവുന്ന പിള്ളേരല്ലേ, എൻ്റെ ഇളയ പിള്ളേരല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻസൾട്ട് മൂമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രക്കായി. ഞാൻ എന്നാലും എന്തോ എഴുതിയെന്ന് തോന്നുന്നു, അതാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ബട്ട് ഈ മാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ,
അവിടെ തന്നെ ആ ക്ലാസ്സിൽ തന്നെ ഉള്ള വേറൊരു കുട്ടിയെ വെച്ച് ഈ സമ്മ നീ ചെയ്യുമെന്ന് പറഞ്ഞ് ആ കുട്ടി വന്ന് ചെയ്തു. ആ കുട്ടി വന്ന് ചെയ്തപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഉടനെ ആ കുട്ടീനെ മുമ്പ് വെച്ച് തന്നെ എൻ്റെ അടുത്ത് പറയാണ്, നിന്നെക്കാട്ടിലെ ഇളയ കൊച്ചല്ലേ, ആ കൊച്ച് ഇത് ചെയ്യുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതാണോ, നീ എന്തിനാണ് പഠിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ അത്രയും പിള്ളേരെ മുമ്പേ എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്തൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ കാലിലിട്ട് അടിയും തന്നു. അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിയാണ്. അതങ്ങനെ ആ കമ്പിൻ്റെ അടയാളം ഇങ്ങനെ പൊന്തി വന്ന് നിന്നു. ഞാൻ കരഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നു. അതോടെ അന്നത്തെ ആ ഡേയുടെ മൂടെ അങ്ങ് പോയി, അവിടെ കയറിയിരുന്നു. ബട്ട് അത് സ്റ്റിൽ എനിക്ക്, ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല, കാരണം പഠിക്കാത്തതുകൊണ്ട് അടി കിട്ടിയെന്ന് പറയുമ്പോൾ വീട്ടിൽ വഴക്ക് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് പറഞ്ഞതേ ഇല്ല. ബട്ട് അതെനിക്ക് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് മൂമെൻ്റ് ആണ്. ബട്ട് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞ സമയത്ത് അവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. കാരണം നീ അന്ന് പറയാത്തെന്താണ്, ഞാൻ വന്ന് ചോദിക്കുമായിരുന്നല്ലോ, അതെങ്ങനെ സാധിക്കും, നിൻ്റെ ക്ലാസ്സിൽ വന്ന് നീ പറഞ്ഞില്ല എങ്കിൽ അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ലല്ലോ, നീ പറയാത്ത എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരെന്നെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ബട്ട് അതോടെ ഞാൻ മാത്സ് എന്ന് പറയുന്ന സാധനം വെറുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് സയൻസ് ഗ്രൂപ്പായിരുന്നു. കാരണം ഈ മാത്സിൽ നിന്ന് എസ്കേപ്പ് ആവല്ലോ എന്ന് കരുതി. സോ അതാണ് ഇൻസൾട്ടഡ് മൂമെൻറ്റ്. ഭയങ്കരമായിട്ട് ഇന്നാണ് ഞാൻ കരയാത്തത് കേട്ടോ. സാധാരണ ഈ സ്റ്റോറി പറയുമ്പോഴൊക്കെ കരയാറുണ്ട്, ബട്ട് ഇന്നാണ് കരയാത്തത്. കാരണം അതൊരു ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് അല്ല, അതിപ്പോഴും അങ്ങനെ മനസ്സിൽ ഹേർട്ടായി കിടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ലൈഫിൽ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ്. മോഷ്ടിക്കാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കുഞ്ഞ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കസിൻസ്, ഞാൻ, ജിഞ്ചു, കുട്ടൻ, അടുത്ത് എൻ്റെ അനിയത്തി. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്ന് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെക്കേഷൻ ടൈം ഭയങ്കര നമ്മൾ അലമ്പാണ്. നമ്മൾ LTT എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അലമ്പാണ് നമ്മൾ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഇടയ്ക്കാണ് നമ്മളെ ജോലി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വെക്കേഷൻ ടൈം ഈ ജാമ്പയ്ക്ക, മാങ്ങ, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങളൊക്കെ അവിടെയൊക്കെ മുകളിലും എല്ലായിടത്തും ഉണ്ടായിരിക്കും. മുകളിൽ മീൻസ് ആ പരിസരത്തിനാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി മോഷ്ടിച്ചെടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളെ പരിപാടികൾ. അപ്പോൾ അങ്ങനത്തെ മോഷണമൊക്കെ ചെയ്തിട്ടുണ്ട്, പിടിക്കപ്പെട്ട് ജിഞ്ചുൻ്റെ ഇവിടെ മുഖത്തായിട്ട് ഇങ്ങനെ അവൾക്കൊരു ബർത്ത് മാർക്ക് പോലെ മാങ്ങയുടെ മറ്റേ കറയുണ്ടല്ലോ, അതിങ്ങനെ ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു പോലെ കിടക്കായിരുന്നു. അതൊന്നും ആലോചിക്കാണ്ട്. നമുക്ക് ഈ പൂരനൊക്കെ ഉണ്ട്, പൂരൻ നിങ്ങൾക്കറിയാമെന്തോ, ഇവിടെ എന്താണ് പറയാം, പഴുതാര എന്നെന്താണ് പറയുക, അതുപോലെ കിടക്കായിരുന്നു. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, അവൾ എടുക്കാൻ പോവും, ഞാനാണ് പരിസരമൊക്കെ നോക്കുന്നത്, ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അങ്ങനത്തെയൊക്കെ മോഷണമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീക്രട്ട് റിവീൽ ചെയ്യാൻ, ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് എന്ന് പറയുമ്പോൾ, ഇവൾ ഉദ്ദേശിച്ച അവൾക്കും അറിഞ്ഞുകൂടാത്തതാണോന്നറിയില്ല. ആർക്കും അറിഞ്ഞുകൂടാത്ത സീക്രട്ട്. ഓക്കെ, ഞാൻ പറയാം. എനിക്ക് ഓർമ്മ വന്നു. ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സീക്രട്ട് എൻ്റെ അനിയത്തിക്കറിയാം, എനിക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സീക്രട്ട്. ഇനി പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. സീക്രട്ട് എന്നാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് കോളേജ് ടൈമിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അപ്പം മൊബൈലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ടച്ച് മൊബൈലൊന്നുമല്ല, സാധാരണ മൊബൈലാണ്. നമ്മളെ നോക്കിയ, ഇവിടെ സാമ്പിളുണ്ട്, ഇങ്ങനത്തെ മൊബൈലെല്ലാം ഉണ്ടല്ലോ, ഈ ടൈപ്പ് നോക്കിയ മൊബൈൽസൊക്കെയാണ് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനൊന്നും വാങ്ങിച്ചൊന്നും തരില്ല, നമ്മൾ കോളേജിൽ പോയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ എന്താണ് ഇരിക്കാൻ വിടുന്നില്ല, നീ ഒരു മൊബൈൽ വാങ്ങിക്ക്, മൊബൈലാണല്ലേ, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, നീ എന്താ മൊബൈൽ വാങ്ങിക്കാത്തേ. ആ മൊബൈലൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു പറഞ്ഞ്. അങ്ങനെ എന്തായെന്ന് വെച്ചാൽ, ഫീസിന് തരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഫീസിന് തരുന്നത്, അല്ലെങ്കിൽ പോക്കറ്റ് മണി ആയിട്ട് തരുന്നത്, ഇങ്ങനത്തെയൊക്കെ എമൗണ്ടിനെയൊക്കെ കൂട്ടി വെച്ച് ഏതാണ്ട് 800 അന്ന് 800 എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ടാണ്, 800 900 അതോ 1000 എന്തോ രൂപയ്ക്ക് ഞാനൊരു മൊബൈൽ വാങ്ങി.
അപ്പോൾ നമ്മൾ എവിടെയാണ് വിട്ടത്? ചേട്ടൻ വന്നിരുന്നത്, അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ മൊബൈൽ അങ്ങനെ ഞാൻ വാങ്ങി. ബട്ട് ഇപ്പോഴാലോചിക്കുമ്പോൾ ഞാൻ എന്തൊരു ഫൂളാണെന്നോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് വലിയ മൊബൈലാണേ, പക്ഷേ ചാർജറില്ല, ഹെഡ്സെറ്റ് ഇല്ല, ഒന്നുമല്ല. നമ്മൾ ഇപ്പോഴത്തെ നോർമൽ മൊബൈൽ പോലെ തന്നെയാണ്. ബട്ട് പകുതി വരുന്നത് ഇതിനെക്കാട്ടിലും വലിയ മൊബൈലാണ്. നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ ടച്ച് മൊബൈലുണ്ടല്ലോ, അത്രയാണ്. ബട്ട് പകുതിയിൽ തൊട്ട് ഇത്രയും ബേസ്, ഇത്രയും മാത്രം കീപാഡ് വരും, ബാക്കി അത്രയും ടച്ചാണ്. എനിക്കാണെങ്കിൽ ഇത് കൊണ്ടുവന്നപ്പോൾ ബാക്കി എല്ലാവരുടെ കയ്യിലിരിക്കുന്നത്, ഞാൻ സാധാരണ ഇതുപോലത്തെ ഫോണല്ലേ, ഞാൻ വന്നപ്പോൾ അത് കളറുണ്ട്, പിക്ചേഴ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, ക്യാമറ ഉണ്ട്. എനിക്കാണെങ്കിൽ എന്തെന്നേ അറിയില്ല. അതിനൊരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഞാനത് ഇതെന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഈ സ്ക്രീനിൽ ടച്ച് ആവുമല്ലോ, സ്ക്രീനിൽ ടച്ച് ആകുമ്പോഴൊക്കെ കാള് പോകുന്നു, കാള് കട്ടാവുന്നു. എൻ്റെ വിചാരം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഈ മൊബൈൽ പൊട്ട മൊബൈലാണ്, ഇതിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്. ഞാൻ അവളടുത്ത് ചരുവിനടുത്ത് പറഞ്ഞു, ചേച്ചി ഇതിലെന്തോ കംപ്ലൈൻ്റ് ആണ്, ഇത് മൊത്തം പൊട്ട മൊബൈലാണ്, ഇതിൽ എവിടെ ടച്ച് ചെയ്താലും എല്ലാം പോകുന്നുണ്ട്, ഇതെന്തോന്നോ മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ വീട്ടിലിത് പ്രസൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഇതെനിക്ക് ബസ്സിൽ കളഞ്ഞു കിട്ടിയ മൊബൈലാണെന്നാണ്. അവർക്കിപ്പോഴും അവരുടെ വിശ്വാസം അതാണ്, അതെനിക്ക് കളഞ്ഞു കിട്ടിയ മൊബൈലാണെന്നാണ് വിചാരിക്കുന്നത്. ബട്ട് സോറി, ഐ ആം റിയലി സോറി, അതെനിക്ക് കളഞ്ഞു കിട്ടിയ മൊബൈലല്ല, അത് ഞാൻ തന്നെ വാങ്ങിച്ച മൊബൈലാണ്. ഇതാണ് വലിയൊരു സീക്രട്ട്. ആർക്കറിഞ്ഞൂടാ, ഇതെനിക്ക് എൻ്റെ അനിയത്തിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എനിക്ക് വാങ്ങിച്ചു തന്ന അവനും മാത്രമേ അറിയുള്ളൂ, അത് വേറെ ആർക്കറിയില്ല. ഇതാണ് ടോപ്പ് സീക്രട്ട്. ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സീക്രട്ട് ഇതാണ്. പിന്നെ എന്താണ്, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഫ്രൈഡ് മൂമെൻ്റ് അല്ലെങ്കിൽ ലോസ്റ്റ് മൂമെൻ്റ്. അത് നമുക്ക് എല്ലാം പോയി എന്നും ഒരു പേടിയുള്ള മൂമെൻ്റ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള മൂമെൻ്റ് വന്നിട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും അങ്ങനെ 2 ഇൻസിഡൻ്റാണ്. അങ്ങനത്തെ മൂമെൻറ്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്ന മൂമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവനെ വാവയെ കൺസീവ് ആയിരുന്ന സമയത്ത് എനിക്ക് 3rd മന്തല്ല, 2nd മന്ത് സ്റ്റാർട്ടിങ് ആയപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. അബോട്ടായെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് എന്തായെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ എല്ലാ സപ്പോർട്ട് കൊണ്ടും എല്ലാം ഹോസ്പിറ്റലിൽ പോയി. പിന്നെ സ്കാൻ എടുത്തപ്പോൾ ഇല്ല. അതെനിക്ക് തോന്നിയത്. ബട്ട് ആ മൂമെൻ്റ് എന്ന് പറയുന്നത്, അയ്യോ, ഞാൻ പാനിക്കടിച്ച് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചതും എനിക്കെല്ലാം പോയി എന്ന് ചിന്തിച്ച ഒരു മൂമെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു മൂമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ജയശേഖരൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അച്ഛന് വയ്യാതായതിനു ശേഷം ഞാൻ ഇതുവരെ അച്ഛനെ പോയി കണ്ടില്ലായിരുന്നു. അച്ഛന് ചെന്നൈ വെച്ചാണ് വയ്യാതായ. അതിന് ശേഷം ഇവർ നാട്ടിൽ വന്നിരുന്നു. നാട്ടിൽ വന്ന് അച്ഛൻ കുറച്ച് റിക്കവറായി വന്ന സമയമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്ന് ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോകുന്നതിൻ്റെ, ഞാൻ നാളെ പോവുകയാണെങ്കിൽ തലേ ദിവസം പോകാനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ പാസ്സൊക്കെ എടുത്ത് വെച്ച് തലേ ദിവസം ഇങ്ങനെ അച്ഛൻ അഡ്മിറ്റായി. അതുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, ചേട്ടൻ മാത്രമാണ് പോയത്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞതും രാത്രി എനിക്ക് എൻ്റെ അനിയത്തി വിളിച്ച് പറയാണ്, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചോ ചേച്ചി, കാരണം ഡോക്ടേഴ്സൊന്നും നമുക്ക് ഹോപ്പ് തരുന്നില്ല, ഇന്ന് രാത്രിയത്തോടെ കഴിയുമെന്നാണ് പറയണേ. അച്ഛൻ ബ്രീത്ത് എടുക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടണം ചേച്ചി, പ്രാർത്ഥിക്കുക ചേച്ചി എന്താ പറഞ്ഞ ഒരു മൂമെൻ്റ് ഉണ്ട്. എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അച്ഛനെ കണ്ടില്ല. അച്ഛൻ എന്നെ കാണണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ പോയി കണ്ടില്ല. അതിനെക്കാട്ടിലും അപ്പുറം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ബ്രീത്ത് എടുക്കാൻ കഷ്ടപ്പെടുന്നതൊക്കെ അവൾ ലൈവായിട്ട് കണ്ടിട്ടാണ്. അവൾ എന്നെക്കാട്ടിലും ഇളയതല്ലേ. അപ്പോൾ അതുപോലെ ചെറിയ നമ്മൾ തമ്മിൽ 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവളത് കാരണം അമ്മയെ അറിയിച്ചില്ല.
അവൾ ഡയറക്റ്റ് എന്നെയാണ് വിളിച്ച് പറഞ്ഞത്. എന്താണ്, ഭയങ്കരമായിട്ട് ലോസായ മൊമെൻ്റ് ആയിരുന്നു. എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എന്താണ്, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ എന്താണ് പേടിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാ മൊമെൻ്റ് അതായിരുന്നു. ബട്ട് ദൈവം നമ്മളെ പ്രാർത്ഥന കേട്ടായിരിക്കാം വേറൊരു ഡോക്ടർ വന്ന് വെന്റിലേറ്ററിലാക്കാൻ സജസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി അച്ഛനെ കണ്ടു. ഇതുവരെ അച്ഛൻ സംസാരിച്ചില്ല. അതാണ് ലാസ്റ്റ് മൂമെൻറ്റ്. ഓക്കെ, ഇതാണ്. ആർക്കും അങ്ങനെ അടുത്തൊരു സിറ്റുവേഷൻ വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ ഓക്കെ. പിന്നെന്താണ് വെച്ചാൽ എന്താണ് 8th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ചോദിക്കുന്ന വ്യക്തി കൊള്ളാം. ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അവളും കൂടെ നിന്നാണ് ക്ലാസ് കട്ട് ചെയ്തത്. എന്നിട്ടാണ് ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്, അതും സ്കൂളിൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ജിഞ്ചു, കുട്ടൻ, ചാരു, ഞാൻ, നമ്മൾ 4 പേര് എന്താണ് നമ്മൾ ഒന്ന് ചേർന്ന ഒരു ദിവസമായിരുന്നു. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊരു ഒരു ചെറിയ കുഞ്ഞു സ്റ്റോറിയാണ്, എല്ലാവരും ദയവ് ചെയ്ത് കേൾക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എന്തായെന്ന് പറഞ്ഞാൽ, അമ്മ വന്ന് ചക്കുളത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലാരുമില്ല. അപ്പം അച്ഛൻ മിലിറ്ററിയിലായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ വീട്ടിലാരുമില്ല. അമ്മ ലോക്ക് ചെയ്തിട്ട് നമ്മൾ അമ്മൂമ്മേരെ വീട്ടിലാക്കിയിട്ട് അമ്മ വന്ന് ചക്കുളത്ത് പോയി. അപ്പോൾ പിറ്റേ ദിവസം വലിയമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ തൊട്ട് പ്ലാനിങ് ആയിരുന്നു, ക്ലാസ് ഒന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ ജോളിയായിട്ട് നിൽക്കാം, നമ്മളൊന്ന് ചേർന്നതല്ലേ, അതുകൊണ്ട് ജോളിയായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പല പ്ലാനിങ് ഒക്കെ ഇട്ട് എല്ലാം പൊളിഞ്ഞ് അവസാനം വലിയമ്മ സ്കൂൾ ബസ് മിസ് ചെയ്തു. നമ്മൾ അങ്ങനെ പതുക്കെ ഒരുങ്ങി എന്നിട്ടും വിട്ടില്ല. നമ്മളെ വേറെ ബസ്, അല്ലാതെ പ്രൈവറ്റ് ബസ്സിൽ കയറ്റി വിട്ടു. അപ്പോൾ ജിഞ്ചു എൻ്റെ അടുത്ത് പറയാണ്, ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാമോ, നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാമോ, എനിക്ക് പോകണ്ട, ഞാൻ ഒന്നും പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം, പോയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാം. ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പകുതി വഴിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ 4 പേരും സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള ബസ്സിലോട്ട് കയറി. അപ്പോൾ ബസ്സിലോട്ട് കയറിയ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, സ്കൂളിപ്പോൾ ഇങ്ങോട്ടാക്കിയോ, അങ്ങോട്ടല്ലേ? ഉടനെ നമ്മൾ പറയണം, അത് ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. എന്തൊരു മണ്ടത്തരം ഇപ്പം ആലോചിക്കുമ്പോൾ. ബുക്ക് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് 4 പേരും ഒന്നിച്ച് തിരിച്ചു പോവാണ് ഒരു ബുക്കിന് വേണ്ടി. അവർ വിശ്വസിച്ച് കാണില്ല. നമ്മളോടൊക്കെ പോയിട്ട് എന്താണ്, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കയറിയില്ല, നമ്മൾ ഊട് വഴിയിലൂടെ കയറിയൊക്കെയാണ് വീട്ടിലോട്ട് പോയപ്പോൾ എന്താണ്, നമ്മൾ ടെറസിലൊക്കെ പോയിരുന്നത്. മഴ പെയ്ത് നമ്മൾ താഴെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ട്, അതായത് വെളിയിലുള്ള അടുക്കള, അവിടെ പോയിരുന്ന്. ബട്ട് എന്തായെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത വീട്ടിലുള്ള ആൻറ്റി വീട്ടിൽ പറഞ്ഞ് പൊളിച്ച് തള്ളി. പറയായിരുന്നു വലിയച്ഛൻ ഇപ്പം, അതായത് ജിഞ്ചുവിൻ്റെയും കുട്ടൻ്റെ അച്ഛൻ ഇപ്പോൾ വരും നിങ്ങളെ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ബസ്സിനൊന്നും കാത്തു നിന്നില്ല. അവിടുത്തെ ഊട് വഴിയിലൂടെ എസ്കേപ്പ് വീട്ടിൽ. ബട്ട് വീട്ടിൽ പോയിട്ട് എന്ത് പറയും എന്നാണ് പേടിച്ചിരുന്നത്. അവസാനം നമ്മളെ കുഞ്ഞമ്മ വന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ നമുക്ക് പ്രിയ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ കുഞ്ഞമ്മ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളെന്താണ് ക്ലാസ്സിൽ പോകാത്തത്, എന്താണ്? നമ്മൾ എന്തൊക്കെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം ലൂസാണ്, അവളെല്ലാം പറയുമോ, എല്ലാം അങ്ങനെ പറയും. അവൾ ഇവിടെ നിന്ന് നടന്നത് തൊട്ട് എല്ലാം ഫ്ലാഷാക്കി. അന്ന് പിന്നെ വഴക്ക് കിട്ടി, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളോട് പറഞ്ഞു, ഇനി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് വാർണിംഗ് ചെയ്ത് വിട്ടു. ഇതാണ് ക്ലാസ് കട്ട് ചെയ്തത്, അതായത് ഗ്രൂപ്പായിട്ട് ക്ലാസ് കട്ട് ചെയ്തത് ഇതാണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ, മെയിൻ ഫൈറ്റ് എനിക്കും ചേട്ടനും, അതായത് എൻ്റെ ഹസ്ബൻഡിനും എനിക്കും വരുന്ന മെയിൻ ഫൈറ്റ് എന്താണ്? അത് വേറെ ഒന്നുമല്ല. മെയിൻ ഫൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുമല്ലോ. സോ എന്തായെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ തന്നെ കമ്മലിനൊക്കെ ഇവിടെ എടുത്ത് ഊരി വയ്ക്കും. അപ്പോൾ ഞാൻ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞാണ് ഊരി വയ്ക്കുന്നത്. എന്ത് സാധനമാണ്, കമ്മലല്ല, എന്ത് സാധനമാണെങ്കിലും ഞാൻ എടുത്തിട്ട് പിന്നെ വയ്ക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും. ബട്ട് അതെന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ കണ്ണിൽ കാണും. അന്ന് അവിടെ തുടങ്ങും വഴക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഇടയിൽ വരുന്ന മോസ്റ്റ് വഴക്ക്. ഇതാണ്
എടുത്ത സാധനത്തിന് എടുത്തിറത്ത് നീ വയ്ക്കൂല. ഇതാണ് ബോസ്റ്റ് വഴക്ക് വരുന്നത്. ബട്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടന് അവൻ വന്ന് എടുത്താലോ എന്നുള്ള പേടിയിൽ ചേട്ടൻ പറയുന്നതാണ്. ഇതാണ് മോസ്റ്റായിട്ട് വരുന്ന വഴക്ക്. ഇതാണ്. വേറെ എന്താണ്? ഷോക്ക്ഡ് മൂമെൻറ്റ്. അടുത്തെന്താണ്? ഷോക്ക്ഡ് മൂമെൻറ്റ്. ഷോക്കായ മൂമെൻറ്റ് എന്താണ്? ഷോക്ക്ഡ് മൂമെൻറ്റ് ഒബ്വിയസ്ലി വേറെ ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആക്സിഡൻറ്റ് തന്നെയാണ്. അച്ഛന് വയ്യാതായ ദിവസത്തിൻ്റെ ഇത് തന്നെയാണ് എനിക്ക് ഷോക്ക് മൂമെൻ്റ് ആയിരുന്നത്. കാരണം അച്ഛൻ ഉച്ചയ്ക്ക് അതിൻ്റെ തലേ ദിവസം എൻ്റെ അടുത്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ജോളിയായിട്ടിരുന്നതാണ്. പിറ്റേ ദിവസം നന്നായിട്ട് ഓഫീസിൽ പോയ ഒരു വ്യക്തി വൈകുന്നേരം വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനും വീട്ടിലുള്ള എല്ലാവരും 4 മണി മുതൽ 8 മണി വരെ വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്തില്ല. എവിടെയാണെന്നറിയില്ല, എന്ത് പറ്റിയെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് തിരിച്ച് കണ്ട അച്ഛൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. വയ്യാതെ ആക്സിഡൻ്റായി, കൈയും കാലും ഒക്കെ മുറിഞ്ഞ്, ബോധമില്ലാതെ, ഒരു വശം തളർന്ന്. അതായിരുന്നു ഷോക്ക്ഡ് മൂമെൻറ്റ്. അതൊക്കെ തന്നെ, അതായിരുന്നു ഷോക്ക്ഡ് മൂമെൻറ്റ്. അല്ലാതെ വേറെ ഷോക്ക്ഡ് മൂമെൻ്റ് ആയിട്ടില്ല. ഇത് തന്നെയാണ് ഷോക്ക്ഡ് മൂമെൻറ്റ്. അത് എന്തായാലും റിക്കവറായി വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഇതെല്ലാം ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. അവളെനിക്ക് അയച്ചെന്നാണ്, അങ്ങനെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ അതിൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.